ഇന്ന് ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന വഴുതനങ്ങയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ കിട്ടുന്ന വഴുതനങ്ങയാണ്. ഇത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഈ രീതിയിൽ ഇത്രയും വലിപ്പമുള്ളൊരു വഴുതനങ്ങ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ തണുപ്പ് സമയത്ത് വളരെയധികമായിട്ട് ഇതിവിടെ ലഭിക്കും. ഞാനിതിവിടെ കഴുകിയെടുത്ത് അതിന് ശേഷം അതിന് പുറത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് മുറിച്ചെടുക്കുന്ന പറഞ്ഞാൽ ഫുള്ളായിട്ട് മുറിക്കുകയല്ല, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂന്നാലായിട്ട് ഇതൊന്ന് മുറിച്ച് കൊടുക്കുക. ആരും എൻ്റെ മുഖം കണ്ടില്ല എന്ന് പറയരുത്, ഇതിനകത്ത് ഫേസ് വരെ കാണാൻ പറ്റും. ഇതുപോലെ നാലായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് കേടോ പുഴുവോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് മുറിക്കുമ്പോൾ തന്നെ അതറിയാം. ഈ വഴുതനങ്ങ ഇവിടുത്തുകാർ ഇങ്ങനെ തന്നെയാണ് ഇത് വെക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നാട്ടിൽ കിട്ടുമെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അതിനകത്ത് ഉള്ളി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി പച്ചമുളകും. നമുക്ക് നല്ലോണം ഒന്ന് ചുട്ടെടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കും ചുട്ടെടുക്കാനായിട്ട്, വെന്ത് കിട്ടാനായിട്ട്. നാട്ടിൽ വിറക് കത്തിക്കുന്നവരാണെങ്കിൽ അത് എളുപ്പമാണ് ചുട്ടെടുക്കുക. ഞാനിവിടെ സ്റ്റൗവിന് മണ്ടയിൽ വെച്ചിട്ടാണ് എടുത്തത്. ഇനി ഇതുപോലെ തക്കാളിക്കായും നമുക്ക് ചുട്ടെടുക്കണം. അതൊന്ന് സോഫ്റ്റ് ആകുന്നവരെ നല്ലോണം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയണം, കൈ പൊള്ളാതെ സൂക്ഷിക്കുക. അതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കാം. അതിനുശേഷം തക്കാളിക്കായും അതുപോലെ തന്നെ അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അതൊന്ന് റോസ്റ്റ് ആയി കിട്ടും, അല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അതിൻ്റെ വേസ്റ്റ് ആവുന്നത്. ഇത് ഞാനെല്ലാം ഇതുപോലെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം, കാരണം അകം നല്ലതുവണ്ണം വെന്തിട്ടില്ല, ചെറിയ കട്ടിയുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തിട്ടത് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. നിങ്ങളിതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ചെറിയ വഴുതനങ്ങ, ഇതിലും കുറച്ചുകൂടി ചെറുപ്പത്തിലുള്ള ചെറുതായിട്ടുള്ള വഴുതനങ്ങ കിട്ടുമെങ്കിൽ അതാണെങ്കിൽ നല്ലത്. ഇതുപോലെ മസാല ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ടൊമാറ്റോയും കൂടി സ്മാഷ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി അതിനകത്തിരുന്ന് വെന്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ തുടഞ്ഞു കിട്ടും. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കാം. ഞാനിത് അതുപോലെ തന്നെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി തക്കാളിക്കായോട് ഇതുപോലെ ഉടച്ചതിന് ശേഷം നമുക്കിനി മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത്, ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല, ജീരകമാണ് ചേർത്തത്. അതിനോടൊപ്പം തന്നെ അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഉപ്പ് ആഡ് ചെയ്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ച വഴുതനങ്ങയും ടൊമാറ്ററും
എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം.